acclimatization program. It's wonderful to see you all again, and I hope that you, both our young learners and their parents, are starting to feel more comfortable and excited about being a part of our school community. 3 ദിവസമായി നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കുള്ള ആ ഒരു ഡെഡിക്കേഷൻ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഇന്ന് ലാസ്റ്റ് ഇത് വളരെ ഷോർട്ട് ടൈം ഉള്ളൂ. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 11 വർഷമായി. അതിൽ നമ്മൾ ഈ പറഞ്ഞത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പണ്ട് നമ്മളുടെ പാരൻസ് ഒന്നും നമ്മളെ വളർത്തിയ രീതിയല്ല അല്ലേ. അതാണ് നമ്മള് ഇപ്പൊ വീട്ടില് ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാൻ, ഓ ഇങ്ങനെ ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ, അങ്ങനെയല്ലേ പറയാ. ഞങ്ങള് ഇട്ടിട്ടുണ്ടാവും, പിന്നെ വല്ലപ്പോഴും വല്ല TC മേടിക്കാനായിരിക്കും പോവാ അല്ലേ, അങ്ങനെ. അപ്പൊ ഇങ്ങനെയുള്ള അവയർനെസ് നിങ്ങൾക്ക് പല കാര്യങ്ങളും, കാരണം പല പ്രശ്നങ്ങളും നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് പല പ്രശ്നങ്ങളിൽ ഇന്ന് പലരും കുട്ടികളും അതേപോലെ തന്നെ പാരൻസും അകപ്പെടുന്നത് അല്ലേ. അപ്പൊ അതിനുള്ള അവയർനെസ് തരാന്നുള്ളതാണ് നമുക്ക് കൗൺസിലേഴ്സിനായാലും മറ്റുള്ള അതോറിറ്റീസിനായും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, കുട്ടികൾക്കുള്ള റൈറ്റ്സുകൾ അറിയോ നിങ്ങൾക്ക്? നിങ്ങളെല്ലാവരും പാരൻസ് ആണ്. ചൈൽഡ് റൈറ്റ്സ് എന്താണെന്നറിയോ? നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് പറയുന്ന ചൈൽഡ് റൈറ്റ്സുകളുണ്ട്. നമ്മളൊക്കെ കുട്ടികളെ വളർത്തണം, എൻ്റെ കുട്ടിയല്ലേ എന്ന് നമ്മൾക്ക് തോന്നും. പക്ഷെ കുട്ടി നമ്മുടെ കുട്ടിയാണെങ്കിലും കുട്ടിക്ക് കുട്ടിയുടേതായ റൈറ്റ്സുകളുണ്ട്. നമ്മൾ വുമൻസ് റൈറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാറില്ലേ, അതുപോലെ കുട്ടികൾക്കുള്ള റൈറ്റ്സ് ഉണ്ട്. 4 റൈറ്റ്സുകളാണ് പറയുന്നത്. ആർക്കെങ്കിലും അറിയോ? PSC ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കും പേഴ്സണലി സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് സംസാരിക്കുക, അതിനൊന്നും വിരോധമില്ല. നമ്മുടെ കുട്ടിയുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റായിട്ടും അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫിസിക്കൽ, അതുപോലെ തന്നെ അവരുടെ ഹിയറിങ്, നമ്മുടെ സെൻസറി ഓർഗൻസിൻ്റെ അതൊക്കെ ക്ലിയർ. നമ്മളിപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ അതിനുള്ള വേണ്ട രീതിയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നില്ല, കുട്ടി മനസ്സിലാക്കുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള
तमसो मा ज्योतिर्गमय मृत्योर्मामृतं गमय। ॐ शान्ति शान्ति शान्ति। असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मामृतं गमय। ॐ शान्ति शान्ति शान्ति। असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मामृतं गमय। ॐ शान्ति शान्ति शान्ति। असतो मा सद्गमय तमसो